അത് അൻവർ ഖാനോടുള്ളൊരു ഇഷ്ടവും നമ്മളവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്തിയത്. നിങ്ങൾ പൊളിറ്റിക്കൽ ബന്ധം ഉണ്ടായിരുന്നു നാട്ടിൽ, അങ്ങനെ പ്രവർത്തനം ബന്ധമൊന്നല്ല, നമ്മൾ മുൻപും അൻവർ ഖാനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അൻവർ ഖാൻ്റെ അടുത്ത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വന്നപ്പോഴും അത് പറഞ്ഞ് സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഫലം അറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഇതിനോടകം സ്ഥാനാർത്ഥികളോട് അനുഭാവവും പിന്തുണയും പ്രഖ്യാപിച്ച് നിരവധി പ്രവർത്തകർ ഓരോ സ്ഥാനാർത്ഥിയുടെ വീട്ടിലും അവരോടൊപ്പവും എത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒതായിലെ PV അൻവറിൻ്റെ വീട്ടിലാണ്. ഈ PV അൻവറിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ തന്നെ താമരശ്ശേരിയിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാർ എത്തിയിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരുടെ സംഘം എത്തിയിട്ടുണ്ട്. അവരെന്താണ് ഇവിടെ വരാനുള്ള കാരണമെന്ന് അവർ തന്നെ വിശദീകരിക്കും. നിങ്ങളിവിടെ സ്ഥലം എന്തായിരുന്നു? താമരശ്ശേരിയാണ്. ഇവിടേക്ക് വരാൻ കാര്യം എന്താ? അത് അൻവർ ഖാനോടുള്ളൊരു ഇഷ്ടവും നമ്മളവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എത്തിയത്. നിങ്ങൾ പൊളിറ്റിക്കൽ ബന്ധം ഉണ്ടായിരുന്നു നാട്ടിൽ, അങ്ങനെ പ്രവർത്തനം ബന്ധമൊന്നല്ല, നമ്മൾ മുൻപും അൻവർ ഖാനായിട്ട് ബന്ധമുണ്ടായിരുന്നു. അൻവർ ഖാൻ്റെ അടുത്ത് നമ്മൾ പല ആവശ്യങ്ങൾക്ക് വന്നപ്പോഴും അത് പറഞ്ഞ് സഹായിക്കുകയും എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരികയും ചെയ്തിട്ടുണ്ട്. അല്ല, നാട്ടിൽ പ്രാദേശിക തലത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടോ? അത് മെമ്പർഷിപ്പ് ഉണ്ട്, ലീഗ് മെമ്പർഷിപ്പ് ഉണ്ട്, മുസ്ലിം ലീഗിൻ്റെ അനുഭാവിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഈ കുറേ വിവാദമുണ്ട്, ഈ വിഷയത്തിൽ അൻവറിനോടൊപ്പമാണോ നിങ്ങൾ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം കൊണ്ടോ അങ്ങനെയൊന്നും മാറ്റി നിർത്തേണ്ട ഒരാളല്ലല്ലോ. എല്ലാവരും അംഗീകരിച്ച ഒരാളെ കുറച്ചാളുകളുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുകയാണ്. അപ്പോൾ അത് അൻവർക്ക് ആദ്യം മുതൽ ഈ ഒരു ഇതിലേക്ക് നമ്മുടെ അടുത്തേക്ക് ഈ പാർട്ടി വിട്ട് CPM വിട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ സ്ഥാനാർത്ഥി നമ്മൾ തീരുമാനിച്ചതാണ്. അതിപ്പോൾ ഒരുവിധ ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും. ഈ UDF പ്രവേശനം ഇല്ലാതായത് ആരുടെ തടസ്സമുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്, ലീഗ് പ്രവർത്തകർ എന്ന നിലയ്ക്ക്? അത് പറയണമല്ലോ, പ്രതിപക്ഷ നേതാവ് സതീശൻ തന്നെ. നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട്? ഞങ്ങൾ 5 പേര്. നിങ്ങളുടെ പേരെന്തായിരുന്നു? സാബിത്ത്. നിങ്ങൾ ഇപ്പം ഇന്ന് വന്നത് ഇദ്ദേഹം ജയിക്കുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കുണ്ടോ? പ്രതീക്ഷ ആണല്ലോ. പ്രതീക്ഷ തോൽക്കുന്നതല്ല, നമ്മളുടെ ഒരു അഭിവാദ്യം അറിയിക്കുക. ജയിച്ചാലും തോറ്റാലും ഈ പോരാട്ടത്തിനോടൊപ്പം ഉണ്ടെന്നാണോ? അതെ അതെ. അൻവർ മുൻപ് തന്നെ വരണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ പല സാഹചര്യങ്ങളായിട്ട് എത്തിപ്പെടാൻ പറ്റാണ്ടായിട്ട് പോയിട്ട്. ഈ അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾ പ്രസക്തമാണ്, അതിന് ഗൗരവമുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അൻവർക്ക് തീർച്ചയായും എന്താ പറയുക, അങ്ങനെ പ്രസക്ത വിഷയമാണല്ലോ. പിണറായിസും പിന്നെ സതീശനൊക്കെ തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇപ്പം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ, ജനങ്ങൾ തീരുമാനിക്കുമല്ലോ. അങ്ങനെ ഒറ്റക്കാക്കേണ്ട ആളാണോ ഇയാൾ? അല്ലല്ലോ. 9 വർഷം ഇവിടെ MLA അല്ലായിരുന്നു, ജനങ്ങളെ വോട്ടല്ലേ. പ്രത്യേക താല്പര്യത്തിന് വേണ്ടി ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. ഇതിപ്പോൾ നിങ്ങൾ ലീഗ് മെമ്പർഷിപ്പ് ഉള്ളവരാണെന്ന് പറയുന്നു, ഇത് എനിക്ക് പ്രാദേശിക തലത്തിൽ നിങ്ങൾക്ക് വിഷയം വരില്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട്? പാർട്ടി നടപടി എടുത്താൽ നമുക്ക് എന്താ വിഷയം? നമ്മളെ നിലപാടല്ല പറയുന്നത്. നമ്മൾ ലീഗ് തന്നെ, മുസ്ലിം ലീഗ് തന്നെ, അന്നും ഇന്നും നാളെ. പാർട്ടി നടപടി എടുക്കുന്നപ്പോൾ നമ്മൾ പ്രശ്നമല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ പറയണ്ടേ, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം പറയണ്ടേ. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ഇതാണ് നിലപാട്. മുസ്ലിം ലീഗ് ഇതിൽ കാര്യമായിട്ട് ഇടപെട്ടിരുന്നല്ലോ ഈ അൻവറിനെ UDFന്റെ ഭാഗമാക്കാൻ. പാർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പാർട്ടി ഞങ്ങൾ പാർട്ടിക്കാരല്ല, ഞങ്ങൾ കച്ചവടക്കാരാണ്. പാർട്ടി അനുഭവമാണ്, ലീഗ് കുടുംബമാണ്. ചെറുപ്പം തൊട്ടേ ലീഗ് പ്രവർത്തനം ഉണ്ട്. പിന്നെ കച്ചവടം കാര്യമൊക്കെ ആയിട്ട് പോകുന്നു. പാർട്ടിയിൽ അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളൊന്നുമല്ല. മെമ്പർഷിപ്പ് ഉണ്ട്. ഇന്നും നാളെയൊക്കെ മുസ്ലിം ലീഗ് തന്നെ, അതിന് വേറെ മാറ്റമൊന്നുമില്ല. അൻവർക്ക് വേറെ പാർട്ടിയിലായപ്പോഴും നമ്മുടെ പാർട്ടി നോക്കിയിട്ടല്ല നമ്മളെ സഹായിച്ചത്. അപ്പോൾ അതിനൊരു പിന്തുണ അറിയിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. നമ്മളിപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ല, ഞങ്ങളുടെ അനുഭവവും എല്ലാം ലീഗിനോടായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അൻവർക്കല്ല. പേര് സാബിത്ത്. എന്തായാലും ഇത്തരത്തിൽ PV അൻവറിൻ്റെ ഒതായിലെ വീട്ടിൽ രാവിലെ തന്നെ ചിലർ എത്തുന്നുണ്ട്. ഒരു സംഘം ചെറുപ്പക്കാരെയാണ് നമ്മൾ കണ്ടത്. 5 പേരടങ്ങുന്ന സംഘം താമരശ്ശേരിയിൽ നിന്നാണ് വന്നത്. അവർ കച്ചവടക്കാരാണ്, അതോടൊപ്പം തന്നെ അവർക്ക് രാഷ്ട്രീയ അനുഭവം കൂടിയുണ്ട്. എന്നാലും PV അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നാണ് അവരുടെ വാദം. ഇനി ജയിച്ചാലും തോറ്റാലും അദ്ദേഹത്തിനോട് ഐക്യദാർഢ്യം അറിയിക്കുക, അദ്ദേഹത്തിന് ആശംസ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് രാവിലെ തന്നെ ഒതായിലെ PV അൻവറിൻ്റെ വീട്ടിലെത്തിയതെന്നാണ് അവർ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഒമർ, ടീം മീഡിയ, നിലമ്പൂർ.